ഹൈ ഡിയർ സ്റ്റുഡൻസ്, അപ്പോൾ കോർപ്പറേറ്റ് അക്കൗണ്ടിങ്ങിൽ എന്ത് ചെയ്ത് കഴിഞ്ഞ ക്ലാസ്സിൽ എന്താണ് ബാങ്കിങ് കമ്പനി, ബാങ്ക് എന്താണ്, ബാങ്കിൻ്റെ അഡ്വാൻറ്റേജസ്, അതേപോലെ തന്നെ എന്ത് ചെയ്യുക സ്ലിപ്പ് സിസ്റ്റം എന്താണെന്നുള്ളതും അതേപോലെ കാര്യങ്ങളൊക്കെ എന്ത് ചെയ്തു കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തു അല്ലേ. നെക്സ്റ്റ് ഇനി എന്ത് ചെയ്യാണ്, നമ്മളെ പ്രോബ്ലംസിലേക്കാണ് നമ്മൾ കിടക്കാൻ പോകുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു ഫോർമാറ്റും അതിൻ്റെ ഷെഡ്യൂൾസുകളും കാര്യങ്ങളൊക്കെയാണ് ഇത് വരാൻ പോകുന്നത് അല്ലേ. അപ്പോൾ ഫസ്റ്റ് ഇതിൽ കാണുന്ന നോക്കിക്കോളൂ, ഫോം ബി പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് അല്ലേ. ബാങ്കിങ് കമ്പനീസിൻ്റെ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് എങ്ങനെ പ്രിപ്പയർ ചെയ്യുക, അപ്പോൾ അതിൻ്റെ ഒരു ഫോർമാറ്റാണ് എന്ത് ചെയ്യുന്നത് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, ശ്രദ്ധിക്കുക കേട്ടോ, ശരിക്കും ക്ലിയർ ആക്കിയിട്ട് എന്ത് ചെയ്യുക എല്ലാവരും ഇത് ശ്രദ്ധിക്കുക. ഫോം ബി പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഫോർ ദ ഇയർ എൻഡഡ് 31 മാർച്ച് ഏതാണോ ഇയർ വരുന്നത് അത് കൊടുക്കുക. ഓക്കെ അല്ലേ. ആ ഫസ്റ്റ് അതിൽ വരുന്നത് ഫോം ബി അല്ലേ. അപ്പോൾ ബാങ്കിങ് കമ്പനീസിൽ പിന്നെ നമ്മൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഉണ്ടാക്കുകയാണെന്നെങ്കിൽ അതിൽ വരുന്ന ഫോം ഏതാണ്, ഫോം ബി ആണ്. ഓക്കെ, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഫോർ ദ ഇയർ എൻഡഡ് 31 മാർച്ച് അല്ലേ, ഏതാണോ ഇയർ എന്ന് വരുമ്പോൾ അത് കൊടുക്കുക അല്ലേ. നമ്മൾ ശ്രദ്ധിക്കുക, നമ്മളിപ്പോൾ ഈ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലെ ഫോർമാറ്റിലേക്ക് ഒന്ന് ശ്രദ്ധിച്ചോളി. ഫസ്റ്റ് വേണം ഏതാ പറയുന്നത് നോക്കിക്കോളി. ഒന്ന് ഇൻകം അല്ലേ, ഇൻകം റിസീവ് ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതാണ് ഇൻകം ഏൺഡ്, അതർ ഇൻകം അല്ലേ. അത് ഏതൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, ഷെഡ്യൂൾ 13, 14 അത് കാണിക്കുക. മനസ്സിലായോ? ഇതിപ്പോൾ ശ്രദ്ധിക്കുക, ഷെഡ്യൂൾ 13. അപ്പോൾ ശ്രദ്ധിക്കുക, ഇൻകം എന്നുള്ളതിൽ ഇൻട്രസ്റ്റ് ഏൺഡ്, ഇൻകം എന്ന് പേരിൽ ഏതാ ഫസ്റ്റ് വരുന്നത്, ഇൻട്രസ്റ്റ് ഏൺഡ് അല്ലേ. ഇൻട്രസ്റ്റ് ഏൺ ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത് എത്രാമത്തെ ഷെഡ്യൂൾ ചെയ്തിട്ടാണ് നോക്കുക എന്നാണ് പറയുന്നത്. ഷെഡ്യൂൾ നമ്പർ അതിൽ പറയുന്നുണ്ട് ഇത്രേ, 13ാമത്തെ ഷെഡ്യൂളാണ് എന്ത് ചെയ്യുക, ഇൻട്രസ്റ്റ് ഏൺഡ് എത്രത്തോളം ഉണ്ട് എന്നുള്ളത് നമ്മൾ കാണിക്കുക. അത് എമൗണ്ട് ആയിട്ട് എഴുതുമ്പം ഇയർ എൻഡഡ് 31 ആ കറണ്ട് ഇയറിലും പ്രീവിയസ് ഇയറിലുള്ള നമ്മൾ എന്ത് ചെയ്യണം, കാണിക്കണം. ഓക്കെ, പ്രോബ്ലംസിലേക്ക് വരുമ്പോൾ എന്ത് ചെയ്യും, ക്ലിയർ ആവും കേട്ടോ. അപ്പോൾ എന്ത് ചെയ്യുക, കൃത്യമായിട്ട് ചെറിയൊരു ഇൻട്രൊഡക്ഷൻ കൊടുത്ത് പോകാന്നുള്ളൂ. പിന്നെ അതർ ഇൻകം ആയിട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ, വേറെ രീതിയിൽ എന്തെങ്കിലും വരുമാനങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിൽ അതും ഇതിലേക്ക് കാണിക്കണം, ഈ ബാങ്കിങ് കമ്പനീൻ്റെ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലേക്ക് കാണിക്കണം. അത് എവിടെ നിന്നാണ് നമ്മൾക്ക് കാണുക എന്നാണ് പറയുന്നത്. ഈ അതർ ഇൻകം ഉണ്ടോ ഇല്ല എന്നുള്ളത് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യൽ ഷെഡ്യൂൾ നമ്പർ 14 അഥവാ ഷെഡ്യൂൾ 13, 14 എന്നൊക്കെ പറഞ്ഞിട്ട് സെപ്പറേറ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ ഉണ്ടാക്കും കേട്ടോ. വരും, അതിലേക്ക് വരുമ്പോൾ മനസ്സിലാകും. അതും എന്ത് ചെയ്യണം എന്നാണ് പറയുന്നത്, 31 കറണ്ട് ഇയറിലുള്ളതും അതേപോലെ തന്നെയാണ് പ്രീവിയസ് ഇയറിലുള്ളതും മാർക്ക് ചെയ്യണം. ഓക്കെ, എന്നിട്ട് എന്ത് ചെയ്യുക, ഇൻകം ടോട്ടൽ ചെയ്തു അല്ലേ, ഇൻകം ടോട്ടൽ ചെയ്തു. നെക്സ്റ്റ് സെക്കൻഡ് വരുന്നത് എന്താണ്, എക്സ്പെൻഡിച്ചർ എത്രത്തോളം ഉണ്ട് എന്നുള്ളത് നമ്മൾ എന്ത് ചെയ്യണം, കാൽക്കുലേറ്റ് ചെയ്യണം. അതാണ് ഇൻട്രസ്റ്റ് എക്സ്പെൻഡഡ് അല്ലേ. ആദ്യം ഇൻട്രസ്റ്റ് ഏൺഡ് നമ്മൾ കാണിച്ചു ഇൻകത്തിൽ, ഇനി ഇൻട്രസ്റ്റ് എക്സ്പെൻഡഡ്. ഈ ഇൻട്രസ്റ്റ് എന്ന് പറയാൻ കാരണം ബാങ്ക് കേസാണ്, ബാങ്കുമായിട്ട് ബന്ധപ്പെട്ടുള്ളതാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഈ പ്രോഫിറ്റ് ലോസ് ഒക്കെ തയ്യാറാക്കുന്നത്. അപ്പോൾ ബാങ്കുമായിട്ട് ഇടപാട് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും, പിന്നെ പലിശ അല്ലേ, ഇൻട്രസ്റ്റുമായിട്ട് ബന്ധപ്പെട്ടതായിരിക്കും. അപ്പോൾ ഇവിടെ എന്ത് ചെയ്യുന്നു, ഇൻട്രസ്റ്റ് എത്രത്തോളം എക്സ്പെൻസ് ആയിട്ട് പോയിട്ടുണ്ട് എന്നുള്ളത് നമ്മൾ എന്ത് ചെയ്യണം, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ മാർക്ക് ചെയ്യണം. ഈ ഇൻട്രസ്റ്റ് എക്സ്പെൻഡ് നമുക്ക് എങ്ങനെ മനസ്സിലാക്കുക, ഷെഡ്യൂൾ നമ്പർ 15 എന്ത് ചെയ്യുന്നത്, ഒരു ഷെഡ്യൂൾ തയ്യാറാക്കി നോക്കിയിട്ടാണ് എന്ത് ചെയ്യുക, ഇൻട്രസ്റ്റ് എക്സ്പെൻഡ് നമ്മൾ എന്ത് ചെയ്യുക, മനസ്സിലാക്കുക. ഓക്കെ, നെക്സ്റ്റ് ഓപ്പറേറ്റിംഗ് എക്സ്പെൻസ്, പ്രവർത്തന ചെലവുകൾ, ഓപ്പറേറ്റിംഗ് എക്സ്പെൻസുകൾ വേറെ വന്നിട്ടുണ്ടോ എന്നുള്ള കാര്യങ്ങൾ അത് ഷെഡ്യൂൾ നമ്പർ 16 എന്ത് ചെയ്യുക, അത് കാണിക്കുക. പിന്നെ പ്രൊവിഷൻസ് ആൻഡ് കണ്ടിൻജൻസീസ്, അതുപോലെ നമ്മൾ എന്ത് ചെയ്യുന്നത്, പ്രൊവിഷൻസുകളും കണ്ടിൻജൻസീസുകളും നൽകിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത് അല്ലേ, ഏതെങ്കിലും ഒരു പ്രോഡക്റ്റിനോ ആർക്കെങ്കിലും ഏതെങ്കിലും കസ്റ്റമർക്ക് നമ്മൾ പ്രൊവിഷൻ നൽകി അല്ലെ, കണ്ടിൻജൻ്റ് ആയിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങൾ നൽകി അല്ലേ, അങ്ങനെ എന്തെങ്കിൽ അതും എന്താണ്, എക്സ്പെൻഡിച്ചറായിട്ട് ബന്ധപ്പെട്ട് വരുന്നതാണ്. അപ്പോൾ എക്സ്പെൻഡിച്ചർ എത്രത്തോളം, ഈ 3 കാര്യങ്ങളാണ് എന്ത് ചെയ്യുക, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലെ എക്സ്പെൻഡിച്ചർ നോക്കേണ്ടത്. ശരിയാ, പ്രൊവിഷൻ ആൻഡ് കണ്ടിൻജൻസിന് എന്തില്ല ഷെഡ്യൂളിൽ, അതും ടോട്ടൽ ചെയ്തു. രണ്ടാമത്തേൽ നെക്സ്റ്റ് നോക്കിക്കോളി, പ്രോഫിറ്റ് ഓർ ലോസ്. പിന്നെന്താണ്, പ്രോഫിറ്റ് ആണോ ലോസ് ആണോ, നെറ്റ് പ്രോഫിറ്റ് ഓർ നെറ്റ് ലോസ്, 1 - 2 അല്ലേ. ആ ഇൻകത്തിൽ നിന്നും എക്സ്പെൻഡിച്ചർ മൈനസ് ചെയ്താൽ നമുക്ക് എന്ത് ചെയ്യും, കിട്ടും. അങ്ങനെ പ്രോഫിറ്റ് ആണോ ലോസോ എന്നുള്ളത് എന്ത് ചെയ്യുക, ഫോർ ദ ഇയർ പ്രോഫിറ്റ് ഓർ ലോസ് ബ്രോട്ട് ഫോർവേഡ്. നെക്സ്റ്റ് എന്ത് ചെയ്യണത്, അടുത്ത ഇയറിലേക്ക് ഫോർവേഡ് ചെയ്യും, ടോട്ടൽ ചെയ്യാം. ഓക്കെ, പിന്നെ 4ാമത്തെ നോക്കി, അപ്രോപ്രിയേഷൻ, ട്രാൻസ്ഫർ ഓഫ് ടു സ്റ്റാറ്റ്യൂട്ടറി റിസർവ്, ട്രാൻസ്ഫർ ടു അതർ റിസർവ്, ട്രാൻസ്ഫർ ടു ഗവൺമെൻറ് ഓർ പ്രൊപ്പോസൽ ഡിവിഡൻഡ്, ബാലൻസ് ക്യാരി ഓവർ ബാലൻസ് ഷീറ്റ്. ഇനി എന്ത് ചെയ്യാണ്, ഈ ഇപ്പം നമുക്ക് പ്രോഫിറ്റാണ് കിട്ടിയിരുന്നുണ്ടെങ്കിൽ അതിന് നമ്മൾ എന്ത് ചെയ്യാണ്, സ്റ്റാറ്റ്യൂട്ടറി റിസർവ് ആയിട്ട് ട്രാൻസ്ഫർ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് കാണിക്കുക. അതേപോലെ ഇതിന് എന്ത് ചെയ്യണേ, ട്രാൻസ്ഫർ ഓഫ് അതർ റിസർവ്, വേറെ എന്തെങ്കിലും റിസർവായിട്ട് എന്തെങ്കിലും ട്രാൻസ്ഫർ ചെയ്തിട്ടുണ്ടെങ്കിൽ അതും കാണിക്കുക അല്ലേ. അങ്ങനത്തെ ഓരോ കാര്യങ്ങളുണ്ട്. പിന്നെ ട്രാൻസ്ഫർ ടു ഗവൺമെൻറ് പ്രൊപ്പോസൽ ഡിവിഡൻഡ്, ഗവൺമെൻറ്റായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും ട്രാൻസ്ഫറോ കാര്യങ്ങളോ വന്നിട്ടുണ്ടെങ്കിൽ അതും എന്ത് ചെയ്യണം, അപ്രോപ്രിയേഷൻസിൽ കാണിക്കണം. ഓക്കെ, അപ്പോൾ എന്ത് ചെയ്യാം, ബാലൻസ് ക്യാരിഡ് ഓവർ ടു ബാലൻസ് ഷീറ്റ്, ഇതൊക്കെ കഴിഞ്ഞിട്ട് ബാലൻസ് ഷീറ്റിൽ എത്രത്തോളം ക്യാരി ഫോർവേഡ് ചെയ്തിട്ടുണ്ട് എന്നുള്ളതും മനസ്സിലാക്കുക. പക്ഷേ അതിൽ നിന്ന് മനസ്സിലാക്കേണ്ട കാര്യങ്ങൾ, നിങ്ങളുടെ ഈ ഫോർമാറ്റ് ജസ്റ്റ് എന്ത് ചെയ്യുക, എല്ലാവരും ക്ലിയർ ആയിട്ട് മനസ്സിലാക്കുക. ഇങ്ങനെയാണ് കാര്യങ്ങൾ വരിക
മനസ്സിലാവുണ്ടോ? ഈ ഒരു ഓർഡറിലാണ് എന്ത് ചെയ്യുക കാര്യങ്ങൾ വരിക എന്നുള്ളത് മനസ്സിലാക്കി വെക്കുക. ഓക്കെ, അപ്പോൾ ഈ ഫോം ബി പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ എന്ത് ചെയ്യണം, കൃത്യമായിട്ട് എല്ലാവരും എന്ത് ചെയ്യുക, അവനെ നോട്ടിലേക്ക് കൃത്യമായിട്ട് അത് വ്യക്തമായി മനസ്സിലാകുന്ന രീതിയിൽ എന്ത് ചെയ്യണം, നോട്ട്സിലേക്ക് അത് പകർത്തി എഴുതണം. ഓക്കെ, ഇനി നമുക്ക് എന്ത് ചെയ്യും, പ്രോബ്ലംസിലേക്ക് കിടക്കും. അതേപോലെ തന്നെ എന്ത് ചെയ്യാണ്, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ ഇൻകം, എക്സ്പെൻഡിച്ചർ, പ്രോഫിറ്റ്, അപ്രോപ്രിയേഷൻ ഇതൊക്കെ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ എന്ത് ചെയ്യും, ഒന്നും കൂടി നമ്മൾ എന്ത് ചെയ്യും, ഡിസ്കസ് ചെയ്യും. ഓക്കെ, അപ്പോൾ നമ്മൾ ഇനി നോക്കാൻ പോകുന്നത് 13, 14, 15, 16 എന്ന് പറഞ്ഞ ഷെഡ്യൂളുകളെ കുറിച്ച് ഇതിൽ പറഞ്ഞിട്ടുണ്ട് അല്ലേ. ആ പറഞ്ഞ ഷെഡ്യൂളുകളുടെ ആ കൺഫ്യൂഷൻസുകൾ അല്ലേ, ഈ ഇൻട്രസ്റ്റ് ഏൺഡ് 13 ഷെഡ്യൂളിലാണ് വരിക എന്ന് പറഞ്ഞത്. അപ്പോൾ ഇൻട്രസ്റ്റ് ഏൺഡ് എന്താണ് ഈ 13 ഷെഡ്യൂൾ എന്നുള്ളത് കൂടി നമുക്ക് എന്ത് ചെയ്യാം, ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ എല്ലാവരും എന്ത് ചെയ്യണം, ഈ ഒരു ഫോർമാറ്റ്, ഈ ഒരു ഫോം എന്ത് ചെയ്യണം, വ്യക്തമാക്കി മനസ്സിലാക്കിക്കൊണ്ട് നിങ്ങൾ നോട്ട്സിലേക്ക് അത് പകർത്തി എഴുതുക. നിങ്ങളെ മനസ്സിലത് ഉണ്ടായിരിക്കണം. ഇനി നോക്കിക്കോളൂ, ഇതാ പറഞ്ഞല്ലേ, ഫസ്റ്റ് നമ്മൾ പറഞ്ഞു എന്ത്, ഷെഡ്യൂൾ നമ്പർ 13 അല്ലേ, ഇൻട്രസ്റ്റ് ഏൺ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ പിന്നെ കാര്യങ്ങൾ ഏതിൽ നിന്ന് മനസ്സിലാക്കാമെന്നാണ് പറഞ്ഞു, ഷെഡ്യൂൾ നമ്പർ 13 നിന്നാണ്. അപ്പോൾ നോക്കിക്കോളൂ, ഈ ഷെഡ്യൂൾ നമ്പർ 13 വരുന്നത് ഇൻട്രസ്റ്റ് ഏൺഡ്. അതിലെന്തൊക്കെയാണ് പറയുന്നത്, ഇൻട്രസ്റ്റ് ഓർ ഡിസ്കൗണ്ട് ഓൺ അഡ്വാൻറ്റേജസ് ഓർ ബിൽസ് അല്ലേ, ആസ് ഓൺ 31/3 ഏതാണോ ഇയർ വരിക, നെക്സ്റ്റ് ആസ് ഓൺ അതാ കറണ്ട് ഇയറും പ്രീവിയസ് ഇയറിലുള്ള കാര്യങ്ങൾ എന്ത് ചെയ്യണം, ഇതിൽ വരണം അല്ലേ. അപ്പോൾ ഇൻട്രസ്റ്റോ അല്ലെങ്കിൽ എന്ത് ചെയ്യുക, ഇൻട്രസ്റ്റ് കിട്ടിയത്, ഡിസ്കൗണ്ട് കിട്ടിയത്, അല്ലെങ്കിൽ എന്തെങ്കിലും ബിൽസ് ഓഫ് റിസീവബിൾ കിട്ടിയ കാര്യങ്ങളുണ്ടെന്നുണ്ടെങ്കിൽ അത് കറണ്ട് ഇയർത്തും പ്രീവിയസ് ഇയർത്തും കാണിക്കണം. പിന്നെ ഇൻകം ഓൺ ഇൻവെസ്റ്റ്മെൻറ്റിൽ നിന്ന് എന്തെങ്കിലും ഇൻകം വന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതും എന്ത് ചെയ്യണം, അതിൽ കാണിക്കണം. പിന്നെ ഇൻട്രസ്റ്റ് ഓൺ ബാലൻസ് വിത്ത് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ആൻഡ് അതർ ഇൻട്രസ്റ്റ് ബാങ്ക് ഫണ്ട്. അതുപോലെ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ അല്ലെങ്കിൽ അതർ ഇൻട്രസ്റ്റ് ബാങ്കിൻ്റെയൊക്കെ ഫണ്ടായിട്ട് ഇൻട്രസ്റ്റ് എന്തെങ്കിലും കിട്ടിയിട്ടുണ്ടെങ്കിൽ അത്. പിന്നെ അതേഴ്സ്, വേറെ എന്തെങ്കിലും ഇൻട്രസ്റ്റ് ഏൺ ചെയ്തതായിട്ട് ബന്ധപ്പെട്ട് കേട്ടോ, ശരിയാ, ഇൻട്രസ്റ്റ് നേടിയതുമായിട്ട് ബന്ധപ്പെട്ട എന്തുണ്ടെന്നുണ്ടെങ്കിലും ഷെഡ്യൂൾ 13 എന്ത് ചെയ്യുക, നമ്മളത് കാണിക്കുക. ഓക്കെ, അപ്പോൾ അതാണ് എന്തെന്ന് പറയുന്നത്, ഷെഡ്യൂൾ നമ്പർ 13 വരുന്ന ഇൻട്രസ്റ്റ് ഏൺഡ്. ഓക്കെ, അപ്പോൾ പിന്നെ എന്ത് ചെയ്യണേ, ഷെഡ്യൂൾ 13 മനസ്സിലായല്ലോ. ഇൻട്രസ്റ്റ് ഏൺഡ്, ഇൻട്രസ്റ്റ് ആയിട്ട് പലിശ ആയിട്ട് എന്തെങ്കിലും ബാങ്കിലേക്ക് വന്നിട്ടുണ്ടെങ്കിൽ അതിനെ ഏതിൽ കാണിക്കുക, ഷെഡ്യൂൾ 13 കാണിക്കാം. നെക്സ്റ്റ് ഷെഡ്യൂൾ 14 നമ്മൾ എന്ത് ചെയ്യുന്നു പറഞ്ഞു, ഇൻകം എന്നുള്ളതിൽ അതർ ഇൻകം, വേറെ എന്തെങ്കിലും രീതിയിലുള്ള ഇൻകമായിട്ട് ഇൻട്രസ്റ്റ് അല്ലാത്ത രീതിയിൽ എന്തെങ്കിലും ഇൻകംസുകൾ ബാങ്കിലേക്ക് വരുന്നുണ്ടെന്നുണ്ടെങ്കിൽ അത് ഏതിലാണ് കാണിക്കുക എന്ന് പറഞ്ഞത്, അത് ഏതിൽ വെച്ചിട്ടാണ് കാൽക്കുലേറ്റ് ചെയ്യുക, ഷെഡ്യൂൾ നമ്പർ 14 വെച്ചിട്ടാണ് നമ്മൾ ചെയ്യുക, അത് കാൽക്കുലേറ്റ് ചെയ്യുക അല്ലേ. അതിലൊന്ന് നോക്കിക്കോളൂ, കമ്മീഷൻ, എക്സ്ചേഞ്ച് ആൻഡ് ബ്രോക്കറേജ് ഒക്കെ ശ്രദ്ധിക്കട്ടോ, കറണ്ട് ഇയർത്തും പ്രീവിയസ് ഇയറിലും നമ്മൾ എന്ത് ചെയ്യും, കാൽക്കുലേറ്റ് ചെയ്യും അല്ലേ. അപ്പോൾ കമ്മീഷൻ, എക്സ്ചേഞ്ച് ആൻഡ് ബ്രോക്കറേജ്, കമ്മീഷനായിട്ട് എക്സ്ചേഞ്ച് പിന്നെ വകുപ്പിൽ അല്ലെങ്കിൽ ബ്രോക്കറേജ് ആയിട്ടുള്ള വകുപ്പിലോ എന്തെങ്കിലുമൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, കമ്പനിക്ക് അല്ലെങ്കിൽ ബാങ്കിന് കിട്ടിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത് എന്ത് ചെയ്യണം, അതിൽ എഴുതണം. പിന്നെ പ്രോഫിറ്റ് ഓൺ സെയിൽ ഓഫ് ഇൻവെസ്റ്റ്മെൻറ്റ്, അതുപോലെ തന്നെ എന്ത് ചെയ്യണം, നമ്മൾ ഏതെങ്കിലും ഇൻവെസ്റ്റ്മെൻറ്റുകൾ വിൽക്കുക, ബാങ്ക് കമ്പനിയുടെ ഇൻവെസ്റ്റ്മെൻറ്റോ കാര്യങ്ങളോ വിറ്റിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതിൽ നിന്ന് വരുമാനം കിട്ടുക, അതൊരു ഇൻകം അല്ലേ. ലോസ് ഓൺ സെയിൽ ഓഫ് ഇൻവെസ്റ്റ്മെൻറ്റ്, അങ്ങനെ പ്രോഫിറ്റ് കിട്ടിയിട്ടുണ്ടെങ്കിൽ വേറെ ഏതെങ്കിലും ഇൻവെസ്റ്റ്മെൻറ്റ് വിറ്റപ്പം നഷ്ടം ഉണ്ടെങ്കിൽ അത് കീഴ്ച്ചിട്ടുള്ളത് മാത്രം എന്ത് ചെയ്താൽ മതി, ഇതിൽ കാണിച്ചാൽ മതി കേട്ടോ. പിന്നെ പ്രോഫിറ്റ് ഓൺ റീവാലുവേഷൻ ഓഫ് ഇൻവെസ്റ്റ്മെൻറ്റ്, അതുപോലെ എന്ത് ചെയ്യണം, ഇൻവെസ്റ്റ്മെൻറ്റ് റീവാല്യൂ ചെയ്തപ്പം പ്രോഫിറ്റ് കിട്ടി, അതിൽ അങ്ങനെ റീവാല്യൂ ചെയ്തപ്പോൾ നഷ്ടം വന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതിനെ ലെസ് ചെയ്തിട്ടുള്ളതാണ് എന്ത് ചെയ്യേണ്ടത്, നമ്മൾ ഇതിൽ എഴുതേണ്ടത്. പിന്നെ പ്രോഫിറ്റ് ഓൺ സെയിൽ ഓഫ് ലാൻഡ്, ബിൽഡിംഗ് ആൻഡ് അതർ അസറ്റ്സ്, ഏതെങ്കിലും അസറ്റ്സുകൾ വിൽക്കുന്ന സമയത്ത് ലാഭം കിട്ടിയിട്ടുണ്ടെങ്കിൽ അത് വരും, അത് നഷ്ടം ഉണ്ടെന്നുണ്ടെങ്കിൽ അത് കീഴ്വാക്കിയിട്ടുള്ളതേ വരുള്ളൂ. ഓക്കെ, പ്രോഫിറ്റ് ഓൺ എക്സ്ചേഞ്ച് ട്രാൻസാക്ഷൻ, അതുപോലെ ട്രാൻസാക്ഷൻ എക്സ്ചേഞ്ച് ചെയ്തപ്പോൾ ട്രാൻസാക്ഷൻ നടത്തിയപ്പോൾ അതിലെന്തെങ്കിലും പ്രോഫിറ്റുകളോ കാര്യങ്ങളോ കിട്ടി അല്ലേ, അതുണ്ടെങ്കിൽ അതും ലോസ് ഓൺ എക്സ്ചേഞ്ച് ട്രാൻസാക്ഷൻ, അല്ലെങ്കിൽ എന്തെങ്കിലും എന്ത് ചെയ്യണം, അങ്ങനെ ട്രാൻസാക്ഷൻ നടക്കുമ്പോൾ ലോസ് വന്നിട്ടുണ്ടെങ്കിൽ അത് കഴിഞ്ഞിട്ടുള്ളതാണ് നമ്മൾ എന്ത് ചെയ്യുക, അതിലേക്ക് വരിക. പിന്നെ ഇൻകം ഏൺഡ് ബൈ വേ ഓഫ് ഡിവിഡൻഡ്, എന്തെങ്കിലും ഡിവിഡൻഡ് കമ്പനി വേറെ ഏതെങ്കിലും ബാങ്ക് വേറെ ഏതെങ്കിലും പിന്നെ ബാങ്കിലോ അല്ലെങ്കിൽ വേറെ സ്ഥാപനത്തിലൊക്കെ ക്യാഷ് ഇൻവെസ്റ്റ് ചെയ്തു, ഷെയറായിട്ട് ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൽ ഡിവിഡൻഡ് കിട്ടും അല്ലേ. അങ്ങനെ ഡിവിഡൻഡ് കിട്ടിയിട്ടുണ്ടെങ്കിൽ കാര്യങ്ങളെന്നുണ്ടെങ്കിൽ അത് ചെയ്തു അല്ലേ. ഫ്രം സബ്സിഡിയറി കമ്പനീസ് ആൻഡ് ജോയിൻറ്റ് വെഞ്ചേഴ്സ് ബോർഡ് ഇൻ ഇന്ത്യ, മിസലേനിയസ് ഇൻകം, മറ്റുള്ളവ വേറെ ഏതെങ്കിലും തരത്തിലും എന്ത് ചെയ്യാണ്, ഇൻകം നേടിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതും എന്ത് ചെയ്യണം, ഷെഡ്യൂൾ നമ്പർ 14 കാണിക്കണം അല്ലേ. അത് ടോട്ടൽ ചെയ്യണം. നോട്ട് ചെയ്ത് അണ്ടർ 2 and 4 ഫിഗേഴ്സ് മേ ബി ഷോൺ ഇൻ ബ്രാക്കറ്റ്സ് നോക്കണ്ട. അപ്പോൾ ശ്രദ്ധിക്കുക, അതർ ഇൻകമായിട്ട് ബാങ്കിലേക്ക് എന്തെങ്കിലും കാര്യങ്ങൾ വന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത് എവിടെ കാണിക്കാം, നമുക്ക് ഷെഡ്യൂൾ 14 എന്ത് ചെയ്യുക, അത് കാണിക്കുക. ഓക്കെ, അപ്പോൾ ഷെഡ്യൂൾ 13 ഷെഡ്യൂൾ 14 എന്ത് ചെയ്തു, ഡിസ്കസ് ചെയ്തു കേട്ടോ. നെക്സ്റ്റ് അടുത്താണ് എന്തെന്ന് പറയുന്നത്, ഷെഡ്യൂൾ 15. നെക്സ്റ്റ് നമ്മൾ അടുത്ത പിന്നെ ഷെഡ്യൂൾ പറഞ്ഞതായിരുന്നു എക്സ്പെൻഡിച്ചറിലാണ് അല്ലേ. ഫസ്റ്റ് പറഞ്ഞ ഇൻകത്തിൽ ഇൻകം ഏൺഡും അതേപോലെ അതർ ഇൻകം എന്ന് പറഞ്ഞാൽ തന്നെ ഉള്ളൂ അല്ലേ. പിന്നെ എക്സ്പെൻഡിച്ചറിലേക്ക് കിടക്കുമ്പോൾ എന്തായിരുന്നു ഫസ്റ്റ് എന്ന് പറഞ്ഞത്, ഇൻട്രസ്റ്റ് എക്സ്പെൻഡ്, ഇൻട്രസ്റ്റ് ചിലവായിട്ട് നമ്മൾ ഇൻട്രസ്റ്റ് ഇവിടുന്ന് കൊടുത്തതാണ് അല്ലേ. ബാങ്കിങ് കമ്പനി ആകുമ്പോൾ കൂടുതലായിട്ട് ഇൻട്രസ്റ്റ് ഉണ്ടാവും, പലിശ ഉണ്ടാവും, പലിശയായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളായിരിക്കും പോകും. അപ്പോൾ ഇൻട്രസ്റ്റ് പുറത്തേക്ക് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഏതെങ്കിലും കസ്റ്റമർക്ക് നമ്മൾ നല്ല ഇൻട്രസ്റ്റ് കൊടുത്തിട്ടുണ്ടെങ്കിൽ അതാണ് എന്തെന്ന് പറഞ്ഞത്, ഇൻട്രസ്റ്റ് എക്സ്പെൻഡ് എന്ന് പറഞ്ഞത് അല്ലേ. അത് ഏതിലാണ് കാണിക്കുക എന്നാണ് പറഞ്ഞത്, ഷെഡ്യൂൾ 15 എന്ത് ചെയ്യുക, ഇൻട്രസ്റ്റ് എക്സ്പെൻഡ് കാണിക്കുക. ശ്രദ്ധിക്കുക, ഒന്ന് ഇൻട്രസ്റ്റ് ഓൺ ഡെപ്പോസിറ്റ്,
ആർക്കെങ്കിലും ഡെപ്പോസിറ്റിന് ഇൻട്രസ്റ്റ് കൊടുത്തിട്ടുണ്ടെങ്കിൽ അതെന്ത് ചെയ്യണം, ഷെഡ്യൂൾ 15 കാണിക്കണം. പിന്നെ ഇൻട്രസ്റ്റ് ഓൺ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ഇന്റർ ബാങ്ക് ബോറോയിങ്സ്, അതുപോലെ പിന്നെ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ RBIക്ക് എന്തെങ്കിലും ഇൻട്രസ്റ്റോ കാര്യങ്ങളോ കൊടുക്കണമെന്നുണ്ടെങ്കിൽ അതും ഏതിൽ കാണിക്കണം, കൊടുത്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഷെഡ്യൂൾ 15 കാണിക്കണം. പിന്നെ ഇന്റർ ബാങ്ക് ബോറോയിങ്സ് ആ ബാങ്കുകൾ തമ്മിൽ എന്തെങ്കിലും ബോറോയിങ്സോ കാര്യങ്ങളോ ഉണ്ടെന്നുണ്ടെങ്കിൽ അതിൻ്റെ അതേഴ്സ് വേറെ എന്തെങ്കിലും രീതിയിലുള്ള ഇൻട്രസ്റ്റ് കൊടുത്തിട്ടുണ്ടെങ്കിൽ അതും. ഈ കാര്യങ്ങളാണ് എന്ത് ചെയ്യുക, ഇൻട്രസ്റ്റ് എക്സ്പെൻഡിൽ കാണിക്കുക. അപ്പോൾ ശ്രദ്ധിക്കുക, ഷെഡ്യൂൾ 15 ഇൻട്രസ്റ്റ് എക്സ്പെൻഡ് ബാങ്കിൻ്റെ കയ്യിൽ നിന്നും ഇൻട്രസ്റ്റ് ആയിട്ട് പുറത്തേക്ക് എന്തെങ്കിലും പോയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ആ കാര്യങ്ങൾ ഫുൾ പ്രതിപാദിക്കേണ്ടത് എവിടെയാണെന്നാണ് പറയുന്നത്, ഷെഡ്യൂൾ 15 ഈ ഷെഡ്യൂൾ 13, 14, 15 ഇതിൽ നിന്ന് ഇത് കാൽക്കുലേറ്റ് ചെയ്തുകൊണ്ട് ഇതിൻ്റെ മെയിനായിട്ടുള്ള ടോട്ടൽ ഇൻഫർമേഷനാണ് നമ്മൾ ഏതിലേക്ക് കൊണ്ടുപോവുക, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലേക്ക് കൊണ്ടുപോവുക. മനസ്സിലായോ? അപ്പോൾ നെക്സ്റ്റ് അടുത്താണ് എന്ത് പറയുന്നത്, ഷെഡ്യൂൾ 16 ഓപ്പറേറ്റിംഗ് എക്സ്പെൻസ്. ഷെഡ്യൂൾ 16 ഓപ്പറേറ്റിംഗ് എക്സ്പെൻസാണ്. അതായത് പ്രവർത്തന ചെലവ് എന്നൊക്കെ പറയും അല്ലേ, ബാങ്കിൻ്റെ പ്രവർത്തനത്തിന് വരുന്ന ചിലവുകൾ, അതാണ് എന്തെന്ന് പറയുന്നത് ഓപ്പറേറ്റിംഗ് എക്സ്പെൻസ്. അങ്ങനെ ഓപ്പറേറ്റിംഗ് എക്സ്പെൻസുകൾ പ്രവർത്തനവുമായി ബന്ധപ്പെട്ടെന്തെങ്കിലും ചിലവുകളോ കാര്യങ്ങളോ വന്നിട്ടുണ്ടെങ്കിൽ അത് ഏതിലാണ് വരിക എന്ന് പറയുന്നത്, ഷെഡ്യൂൾ 16 എന്ത് ചെയ്യേണ്ടത്, ഈ അക്കൗണ്ട്സിലായിട്ട് നമ്മൾ കാണിക്കുകയാണെന്നുണ്ടെങ്കിൽ ഷെഡ്യൂൾ നമ്പർ 16 എന്ത് ചെയ്യുക, ഓപ്പറേറ്റിംഗ് എക്സ്പെൻസുമായിട്ട് ബന്ധപ്പെട്ട എന്ത് ട്രാൻസാക്ഷൻസുകൾ വന്നാലും നമ്മൾ ഷെഡ്യൂൾ 14 റെക്കോർഡ് ചെയ്തുകൊണ്ടാണ് എന്ത് ചെയ്യുക അതിൻ്റെ ടോട്ടലൈസ് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ അതിൽ ഫസ്റ്റ് വേണം നോക്കിക്കോളി, പേയ്മെൻറ്റ് ടു ആൻഡ് പ്രൊവിഷൻ ഫോർ എംപ്ലോയീസിന് എന്ത് ചെയ്യണം, നമ്മൾ പേയ്മെൻറ്റ് കൊടുത്തു അല്ലെങ്കിൽ പ്രൊവിഷൻസുകളെ നൽകി, അങ്ങനത്തെ കാര്യങ്ങളിൽ നിന്ന് അതിൻ്റെ അതേതാണ്, ഒരു എംപ്ലോയിയുടെ നിലനിർത്തി പോകണമെന്നുണ്ടെങ്കിൽ അത് ഇവിടുത്തെ പ്രവർത്തന ചിലവല്ലേ. ഒരു ബാങ്ക് സ്ഥാപനത്തിൽ 4 എംപ്ലോയീസിനെ നിർത്തിയിട്ടുണ്ടെങ്കിലല്ലേ ബാങ്ക് മുന്നോട്ട് പോകുള്ളൂ. അല്ലെങ്കിൽ ആ ബാങ്ക് സൂക്ഷ്മമായ രീതിയിൽ പ്രവർത്തിക്കാൻ എത്രത്തോളം എംപ്ലോയീസ് വേണോ ആ എംപ്ലോയീസിന് എന്ത് ചെയ്യണം, പ്രൊവൈഡ് ചെയ്യണം. അപ്പോൾ എംപ്ലോയീസിന് വരുന്ന ചിലവുകൾ അവർക്ക് പ്രൊവിഷൻസുകളോ കാര്യങ്ങളോ കൊടുക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇതൊക്കെ ഇതിലാണ് വരിക, ഷെഡ്യൂൾ നമ്പർ 16 ഇതാണ് പറഞ്ഞത്. നെക്സ്റ്റ് റെൻറ്റ്, ടാക്സ് ആൻഡ് ലൈറ്റിംഗ്. അതുപോലെ എന്ത് ചെയ്യാണ്, റെൻറ്റ്, റേറ്റ്സ് ആൻഡ് ടാക്സ് എന്നൊക്കെ പറഞ്ഞാൽ റെൻറ്റ്, അതുപോലെ റേറ്റ്സ് ആൻഡ് ടാക്സസ് ആൻഡ് ലൈറ്റിംഗ് ഇതുമായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും ചിലവുകൾ, റെൻറ്റായിട്ട് ബന്ധപ്പെട്ട്, ടാക്സുമായിട്ട് ബന്ധപ്പെട്ട്, ലൈറ്റിംഗ് അതിൻ്റെ ലൈറ്റുമായിട്ട് ബന്ധപ്പെട്ട്, ലൈറ്റ് എന്ന് പറഞ്ഞാൽ ഒരു പിന്നെ വേറെ എന്തെങ്കിലും വാടക കാര്യങ്ങൾ എന്നൊക്കെയാണ് പറഞ്ഞ ഉദ്ദേശിച്ചത്. മനസ്സിലായോ? അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങളുണ്ടെന്നുണ്ടെങ്കിൽ അത് ഇതിലേതിലാണ് വരിക, ഷെഡ്യൂൾ 16 വരിക. നെക്സ്റ്റ് പ്രിൻറ്റിംഗ് ആൻഡ് സ്റ്റേഷനറിയായിട്ട് ബന്ധപ്പെട്ട എക്സ്പെൻസ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഷെഡ്യൂൾ നമ്പർ 16 എന്ത് ചെയ്യണം, മെൻഷൻ ചെയ്തിരിക്കണം, അതിൽ സൂചിപ്പിച്ചിരിക്കണം. ശ്രദ്ധിക്കട്ടോ, അമൗണ്ട്സിൽ കൊടുക്കുമ്പോൾ ആസ് ഓൺ 31st കറണ്ട് ഇയർ ആൻഡ് പ്രീവിയസ് ഇയർ, നിലവിലെ ഇയറിലും പ്രീവിയസ് ഇയറിലെല്ലാം എന്ത് ചെയ്യണം, ഈ ബാങ്കിങ്ങിലാകുമ്പോൾ അത് കാണിക്കണം. പിന്നെ അഡ്വർടൈസ്മെൻറ്റ് ആൻഡ് പബ്ലിസിറ്റി, അഡ്വർടൈസ്മെൻറ്റിനും വേണ്ടിയിട്ടും പബ്ലിസിറ്റിക്കും വേണ്ടിയിട്ടും എന്തെങ്കിലും ചിലവുകൾ വന്നിട്ടുണ്ടെങ്കിൽ അത്. പിന്നെ ഡിപ്രീസിയേഷൻ ഓൺ ബാങ്ക് പ്രോപ്പർട്ടി ഡിപ്രീസിയേഷൻ ആയിട്ട് വന്നിട്ടുണ്ടെങ്കിൽ അതും എന്ത് ചെയ്യണം, അതിൽ റെക്കോർഡ് ചെയ്യണം. പിന്നെ ഡയറക്ടേഴ്സ് ഫീസ്, അലവൻസ് ആൻഡ് എക്സ്പെൻസ്. ഡയറക്ടേഴ്സിന് ഫീ കൊടുക്കുക, അലവൻസ് കൊടുക്കുക, എന്തെങ്കിലും കാര്യങ്ങൾ കൊടുത്തതിന് ബന്ധപ്പെട്ട എക്സ്പെൻസ് ഉണ്ടെന്നുണ്ടെങ്കിൽ കാണിക്കണം. പിന്നെ ഓഡിറ്റേഴ്സ് ഫീ ആൻഡ് എക്സ്പെൻസ്, ഓഡിറ്റേഴ്സിന് ഫീ കൊടുക്കുക ആൻഡ് എക്സ്പെൻസ് ഇൻക്ലൂഡിങ് ബ്രാഞ്ച് ഓഡിറ്റേഴ്സ് ഫീ ആൻഡ് എക്സ്പെൻസ്. ഏതെങ്കിലും ബ്രാഞ്ച് ഓഡിറ്റായാലുമല്ല ഏതായിട്ട് ബന്ധപ്പെട്ടാലുമല്ല ഓഡിറ്റർക്കുമായിട്ട് ബന്ധപ്പെട്ട് എക്സ്പെൻസുകൾ ചിലവായിട്ടുണ്ടെങ്കിൽ അതും ഷെഡ്യൂൾ 16 കാണിക്കണം. പിന്നെ ലോ ചാർജസ്, നിയമപരമായിട്ടുള്ള എന്തെങ്കിലും ചാർജുകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ ആ ചാർജ്. പിന്നെ പോസ്റ്റേജ്, ടെലിഫോൺസ്, പോസ്റ്റേജുമായിട്ട് ബന്ധപ്പെട്ട്, ടെലിഗ്രാമുമായിട്ട് ബന്ധപ്പെട്ട്, പിന്നെ ടെലിഫോണായിട്ട് ബന്ധപ്പെട്ട്, പിന്നെ റിപ്പയർസ് ആൻഡ് മെയിൻ്റനൻസുമായിട്ട് ബന്ധപ്പെട്ട്, ഇൻഷുറൻസ് ആൻഡ് അതർ എക്സ്പെൻഡിച്ചർ. അപ്പോൾ ശ്രദ്ധിക്കുക, ഓപ്പറേറ്റിംഗ് എക്സ്പെൻസ് ബാങ്കിൻ്റെ പ്രവർത്തനവുമായി ബന്ധപ്പെട്ട് വരുന്ന എല്ലാ ചിലവുകളും എവിടെ കാണിക്കണം എന്നാണ് പറയുന്നത്, ഷെഡ്യൂൾ 16 കാണിക്കണം. അത് ടോട്ടലൈസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ശ്രദ്ധിക്കേണ്ടത് ഷെഡ്യൂള് 13, 14, 15, 16 അല്ലേ. ഷെഡ്യൂൾ 13ഉം 14ഉം എന്തായിരുന്നു, ഇൻകവുമായി ബന്ധപ്പെട്ടത്, വരുമാനവുമായി ബന്ധപ്പെട്ട് ബാങ്കിലേക്ക് വരുമാനം വരുന്നതുമായി ബന്ധപ്പെട്ടതായിരുന്നു ഏത്, 13, 14 എന്ന് പറഞ്ഞ ഷെഡ്യൂളുകൾ വരുന്നത്. ഇനി 14, 13, 14, 15, 16 പറഞ്ഞാൽ എന്താ, ബാങ്കിൽ നിന്നുള്ള എക്സ്പെൻസുമായിട്ട് ബന്ധപ്പെട്ട ഷെഡ്യൂളുകൾ. ഈ ഷെഡ്യൂളുകളാണ് എന്ത് ചെയ്യുന്നത്, എക്സ്പെൻസുമായിട്ട് ബന്ധപ്പെട്ടത്. അപ്പോൾ ശ്രദ്ധിക്കുക, ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത് ബാങ്കിങ് കമ്പനിയുടെ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഫോർമാറ്റ് എന്താണെന്നുള്ളത്, അതേപോലെ എന്ത് ചെയ്യണം, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് തയ്യാറാക്കുന്ന സമയത്ത് അതിലേക്ക് വരുന്ന ഇൻഫർമേഷൻസുകൾ ഉണ്ട് കുറേ, ഇൻകവുമായി ബന്ധപ്പെട്ടും എക്സ്പെൻസുമായിട്ട് ബന്ധപ്പെട്ടും അല്ലേ. അപ്പോൾ ഇൻകവുമായി ബന്ധപ്പെട്ടെന്ന് അറിയണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഷെഡ്യൂൾ നമ്പർ 13 തയ്യാറാക്കണം. അതെന്തായിരുന്നു, ഇൻട്രസ്റ്റ് കിട്ടിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അല്ലേ. പിന്നെ അതൊരു ഷെഡ്യൂൾ നമ്പർ 14 അതർ ഇൻകം, അതുമായിട്ട് വേറെ എന്തെങ്കിലും രീതിയിലുള്ള കമ്പനിയിലേക്ക് വരുമാനം വന്നിട്ടുണ്ടെങ്കിൽ ആ 2 കാര്യങ്ങളാണ് എന്ത് ചെയ്യണം, ഇൻകവുമായിട്ട് വരുന്നത്. പിന്നെ ഷെഡ്യൂൾ നമ്പർ 15 വരുന്നത് എന്തായിരുന്നു, ഷെഡ്യൂൾ നമ്പർ 15 ആയിരുന്നു ഇൻട്രസ്റ്റ് എക്സ്പെൻഡഡ്, ഇൻട്രസ്റ്റ് പുറത്തേക്ക് കൊടുത്തതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളുണ്ടെന്നുണ്ടെങ്കിൽ ഷെഡ്യൂൾ നമ്പർ 15 തയ്യാറാക്കിയിട്ട് നോക്കും. പിന്നെ ലാസ്റ്റ് വൺ ഈസ് ദ ഷെഡ്യൂൾ നമ്പർ 16 ഓപ്പറേറ്റിംഗ് എക്സ്പെൻസ്, കമ്പനിയുടെ പ്രവർത്തന ചെലവുമായിട്ട് ബന്ധപ്പെട്ട എക്സ്പെൻസുകളും കാര്യങ്ങളോട് ചെയ്യും. ഈ ഷെഡ്യൂൾ നമ്പർ 16 വരും. അപ്പോൾ ശ്രദ്ധിക്കുക, ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ എന്ത് ചെയ്തു എന്ന് പറഞ്ഞത്,
ബാങ്കിങ് കമ്പനിയുടെ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഫോർമാറ്റ് നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞു. ഇനി എല്ലാവരും എന്ത് ചെയ്യണം, കൃത്യമായിട്ട് എന്ത് ചെയ്യാന്ന് പറഞ്ഞത്, ഈ പറഞ്ഞ ബാങ്കിങ് കമ്പനിയുടെ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് നിങ്ങളെ ബുക്സിലേക്ക് അത് പകർത്തി ചെയ്ത്, അതേപോലെ ഈ 4 ഷെഡ്യൂളുകളും എന്ത് ചെയ്യണം, നിങ്ങളെ ബുക്സിലേക്ക് പകർത്തി ചെയ്യണം. ഓക്കെ, അപ്പോൾ ഇന്നത്തെ കാര്യം ഇന്നെന്ത് ചെയ്യണുള്ളൂ, ഇത്ര കാര്യം മാത്രമേ ഡിസ്കസ് ചെയ്യണൂ. നെക്സ്റ്റ് മുതൽ നമ്മൾ എന്ത് ചെയ്യും, ഡീറ്റെയിൽ ആയിട്ട് ഇതിൻ്റെ ഡിസ്കഷൻസുകളും കാര്യങ്ങളും മുന്നോട്ട് പോകും. അപ്പോൾ എല്ലാവരും എന്ത് ചെയ്യണം, നാളെ മുതൽ ചിലയിൽ ഈ ക്ലാസ് കഴിഞ്ഞ് മുന്നോട്ട് പോകണം എന്നുണ്ടെങ്കിൽ ഈ കാര്യങ്ങൾ നിങ്ങളുടെ ബുക്സിൽ ഉണ്ടായിരിക്കണം. അപ്പോൾ അതിന് വേണ്ടിയില്ലേ എന്ത് ചെയ്യുക, കൃത്യമായിട്ട് എല്ലാവരും ഈ സാധനം നിങ്ങളുടെ നോട്ട്സിലേക്ക് പകർത്തി ചെയ്യുക കേട്ടോ. ഓക്കെ, ഇനി ഇതുമായിട്ട് ബന്ധപ്പെട്ട് എന്ത് ഡൗട്ട്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, എന്നെ പേഴ്സണലി കോൺടാക്ട് ചെയ്തിട്ട് ഡൗട്ട് എല്ലാവരും ക്ലിയർ ചെയ്യുക കേട്ടോ. ഓക്കെ, അപ്പോൾ എത്രയേ ഉള്ളൂ ഇന്നത്തെ ക്ലാസ്. നെക്സ്റ്റ് എന്ത് ചെയ്യുക, അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള പ്രോബ്ലംസുകളും അതേപോലെ ഇതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള ഓരോ ഐറ്റംസുകളും എന്ത് ചെയ്യുക, നെക്സ്റ്റ് നമുക്ക് അടുത്ത ക്ലാസ്സിലായിട്ട് ഡിസ്കസ് ചെയ്യാം.